കഴിഞ്ഞ 3 വർഷത്തെ പോലെ 2025-ലും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി. മലയാളികൾ കാത്തിരിക്കുന്ന വമ്പൻ പ്രൊജക്റ്റുകളടക്കം ഈ വർഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിലെത്തും. മുൻ വർഷങ്ങളിലെ പോലെ പരീക്ഷണ സിനിമകളുടെ ഭാഗമായും ഇത്തവണ മമ്മൂട്ടിയെ കാണാൻ സാധിക്കും. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്തുന്ന ആദ്യ സിനിമ. ഷെർലക് ഹോംസ് കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ കോമിക് ത്രില്ലറാണ് ഈ ചിത്രമെന്നാണ് വിവരം. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം ജനുവരി 23-ന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യും. നവാഗതനായ ഡീനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്ക ആയിരിക്കും ഈ വർഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രം. ഗെയിം ത്രില്ലർ ജോണറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നല്ലതും ചീത്തയും തമ്മിലുള്ള കളി എന്ന പ്ലോട്ടിലൂടെയാണ് കഥ പറയുന്നത്. ഡീനോ തന്നെയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ, ഡോൾവിൻ കുര്യാക്കോസ്, ജിനൂവി എബ്രഹാം എന്നിവർ ചേർന്നാണ് ബസൂക്കയുടെ നിർമ്മാണം. ക്യാമറ നിമിഷ് രവി. മിഥുൻ മുകുന്ദനാണ് സംഗീതം. മാർച്ചിലായിരിക്കും ഈ സിനിമയുടെ റിലീസ്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലറും മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്തും. പേരിടാത്ത ഈ സിനിമയുടെ ചിത്രീകരണം 2024 നവംബറിൽ പൂർത്തിയായതാണ്. മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുക. വിനായകൻ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സ്ത്രീ പീഡകനായ വില്ലൻ വേഷമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിഷു റിലീസായാകും ഈ സിനിമ തിയേറ്ററുകളിലെത്തുന്നത്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിൻ്റെ സഹതിരകഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണിത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ചിലായിരിക്കും ഈ സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുക. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മഹേഷ് നാരായണൻ ചിത്രം 2025-ന്റെ അവസാനത്തോടെ തിയേറ്ററുകളിലെത്തിക്കുമെന്നാണ് കരുതുന്നത്. മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഇടവേള എടുക്കുന്ന മമ്മൂട്ടി പിന്നീട് അഭിനയിക്കുക മറ്റൊരു വലിയ പ്രൊജക്റ്റിലായിരിക്കുമെന്നാണ് വിവരം. അമൽ നീരദാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാൽ ആയിരിക്കുമോ അതെന്നാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത്.